ഹലോ ഗൈസ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമില്ല. ഞങ്ങളിതവിടെ സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരിട്ട് വന്നത് നമ്മളെ ഫ്രാൻസിസ് അലുക്കാസിലേക്കാണ്. ചെറിയൊരു ഗോൾഡ് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുന്നേ ചെറിയൊരു ഡെപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പം അതിൽ ഒരു ഗോൾഡ് എടുക്കാൻ വിചാരിച്ചു. റേറ്റ് കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞല്ലോ. അപ്പം ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് പോയി. അപ്പോൾ പാരൻസ്, എൻ്റെ ഉമ്മയും ഉപ്പയും സിസ്റ്റേഴ്സൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയിട്ട് എനിക്ക് പറ്റിയ സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ച് അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞ് കളിക്കുന്നതിലും ഭേദം നമുക്ക് വേണ്ടിയതൊന്ന് നോക്കി വെച്ച് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്തെങ്ങാണ്ട് വാങ്ങിക്കാമല്ലോ. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് വാങ്ങാൻ പോയതാണെന്ന്. എനിക്ക് വാങ്ങാൻ പോയതൊന്നല്ല കേട്ടോ. ഉമ്മ ചെറിയൊരു ഡെപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പം നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റി, എല്ലാവർക്കും ഒന്ന് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റി എന്തെങ്കിലും ഒരു സാധനം എടുക്കാമല്ലോ. അതാകുമ്പോൾ മാറ്റി മറിച്ചൊക്കെ ഇടാമല്ലോ. അപ്പം പിന്നെ ഓരോ വന്നതിൻ്റെ ശേഷം ഓരോ ഭാഗത്ത് ഞാൻ സെലക്ട് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പം ഓരോ ഡിസ്കസ് ചെയ്യട്ടെ വാങ്ങണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ ഇപ്പുറത്ത് വന്നുകൊണ്ട് ഞാൻ വെറുതെ ഓരോന്ന് ഗോൾഡ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെയും ഇവിടെയൊക്കെ പോയി ഓരോന്നൊക്കെ കണ്ടുവെച്ച് ഓരോന്ന് എടുത്ത് ഇട്ടൊക്കെ നോക്കി. പക്ഷെ വാങ്ങാനൊന്നും പോകുന്നില്ല. ഇൻഷാ അല്ലാ എപ്പോഴെങ്കിലൊക്കെ വാങ്ങാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സാധനം നമുക്ക് ഇങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാമല്ലോ. അപ്പം അതൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ അവിടെ കുറച്ച് ഫോം കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ അതിൻ്റെ പരിപാടിക്ക് പിന്നെ അതിൻ്റെ കണക്ക് കാര്യങ്ങളൊന്നും എൻ്റെ തലയിൽ കയറൂല. അപ്പം പിന്നെ അത് ഓരാണ് അതിൽ ബെറ്റർ. ഓര് നോക്കി അതിൻ്റെ കാര്യങ്ങളും സാമഗ്രികളും സാധനങ്ങളും ഒക്കെ സെറ്റപ്പ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഫോം ഫില്ല് ചെയ്യാനിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുട്ടി പർച്ചേസിങ്ങും കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ എന്താണ് വാങ്ങിച്ചത് എന്നുള്ളത് ഞാനിതിൽ വീഡിയോയിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയാണ് വാങ്ങിയത് എന്നുള്ളതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ യൂസ് ചെയ്യുമ്പോൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനത് എടുക്കാൻ വിട്ടുപോയതാണ്. അങ്ങനെ ഇതാ അവിടുത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അത് ഇനി മലബാറിലേക്കാണ് പോകുന്നത്. കാരണം ഇവിടുന്ന് ചെറിയൊരു പർച്ചേസിങ് ഒരു 2-3 ഐറ്റംസ് വാങ്ങിച്ചു. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ഗോൾഡ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. അപ്പം ഫസ്റ്റ് കിട്ടിയത് ഐറ്റംസ് ടിഷ്യൂ ആണ്. സ്വാഭാവികം. പിന്നെ ഒരു ബൗളാണ് കിട്ടിയത്, അതും സ്വാഭാവികം. പണ്ടൊക്കെ ഫ്രാൻസിസ് ആലുക്കാസ് പോയിട്ട് പർച്ചേസ് ചെയ്ത് നമ്മൾ സ്ഥിരം അവിടുത്തെ ആൾക്കാരായിരുന്നു. പിന്നാണ് മലബാറിലേക്ക് സ്വിച്ച് ചെയ്തത്. അപ്പോൾ ഇവിടെ ഏതായാലും ഡെപ്പോസിറ്റ് ചെയ്ത സ്ഥിതിക്ക് ഇവിടെ തന്നെ പോയി. അപ്പോൾ ചോദിച്ചപ്പം ഒരു ഇതാണ് തന്നത്, ബൗളാണ് തന്നത്. അപ്പം നെക്സ്റ്റ് പോകുന്നത് മലബാറിലേക്കാണ്. അവിടെ ഇതേമാതിരി ചെറിയൊരു സാമഗ്രികൾ പരിപാടികളൊക്കെ തീർക്കാനുണ്ടായിരുന്നു. പർച്ചേസിങ് ഒന്നല്ല, ചെറിയൊരു ഡെപ്പോസിറ്റിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് തീർച്ചയായും ലൈക്ക് ചെയ്യണം. കുറേ പേര് ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാണ്ട് വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ കൂടുന്നതിനനുസരിച്ചല്ലേ എൻ്റെ വീഡിയോസ് ഇത്ര പേരിലേക്കെങ്കിലും എത്തുന്നുണ്ടല്ലോ, കാണുന്നുണ്ട്, വ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ സബും അതുപോലെ തന്നെ നമ്മളെ ലൈക്കും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കും ഈ ലൈക്ക് ചെയ്യാത്തത് എന്നുള്ളത്. എന്താണ്, ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റായിട്ട് പറയിച്ചാൽ പിന്നെ എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടിയതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് വരാമല്ലോ. നിങ്ങൾ പറയുന്നതിന് സജഷൻസിനനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതാ ഫൈനലി നമ്മൾ മലബാറിലെത്തിയിട്ടുണ്ട്. അപ്പം മലബാറിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലുക്കാസ് പോയപ്പം വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. എന്നാലൊരു ചായ വെള്ളം എന്തെങ്കിലുമൊക്കെ കൊണ്ടെത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ എന്തോ അത് കിട്ടിയില്ല. ഇത്രയും സാധനം അവിടെ നിന്ന് വാങ്ങിയിട്ട് ഒന്നും സാധനം തന്നില്ല എന്ന് പറയുമ്പോൾ ഒരു സങ്കടം. പക്ഷെ മലബാറിൽ കയറി ഒന്ന് ജസ്റ്റ് ഇരുന്നപ്പോൾ തന്നെ അതാ കോഫി എത്തി. അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു കോഫി അടിപൊളി ടേസ്റ്റാണ്. അത് ഞാൻ പൊതുവേ കോഫി അങ്ങനത്തെ സംഭവങ്ങൾ എനിക്കിഷ്ടമുണ്ടെങ്കിലേ ഞാൻ കുടിക്കാറുള്ളൂ. എനിക്ക് അവിടുത്തെ ടേസ്റ്റ് കാര്യങ്ങൾ ഇഷ്ടമുണ്ടെങ്കിലേ ഞാൻ കുടിക്കാറുള്ളൂ. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് മുന്നേ ഞാൻ ഒരു കസിൻ്റെ വെഡിങ് പർച്ചേസിനും എൻ്റെ കല്യാണത്തിൻ്റെ വെഡിങ് പർച്ചേസിനൊക്കെ പോയിട്ട് ഒരു 3-4 കോഫി ഒറ്റ ടൈമിൽ ഇരുന്ന് കുടിച്ച ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ആലുക്കാസ് പോയപ്പോൾ എനിക്ക് അത് കിട്ടിയില്ല. എന്താണെന്നറിയില്ല, ഇനി അവിടെ കൊടുക്കുന്നില്ലേക്കും. എന്തായാലും നമ്മൾ നോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം കോഫി കിട്ടാനായിട്ട് ഇനി മലബാർ പോകേണ്ട അവസ്ഥ ആവരുത്. പിന്നെ ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കളക്ഷൻസ് മലബാറിലുണ്ട് തോന്നി. ഞാൻ അവിടെ കണ്ട സാധനം സെയിം ഇവിടേക്ക് വന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നി. കാരണം ഞാൻ എൻ്റെ കല്യാണത്തിനായാലും ഇപ്പോൾ കസിൻ്റെ കല്യാണത്തിനായാലും ഞങ്ങൾ പോയത് മലബാറിൽ തന്നെയായിരുന്നു. അപ്പം മലബാറിൽ കുറച്ചും കൂടി കളക്ഷൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മുൻകൂട്ടി
പേയ്മെൻ്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഇത് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഷാൻ്റെ കൂടെ ഞങ്ങൾ നൈറ്റിലൊന്ന് കറങ്ങാൻ പോയി. കറങ്ങാൻ നമ്മൾ സ്ഥിരം പോകണം, നമ്മളെ തറവാട് സ്ഥലം തന്നെ, നമ്മൾ ഹൈലൈറ്റ് പോകാമെന്ന്. പിന്നെ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞായറാഴ്ചകളിൽ ഹൈലൈറ്റിലേക്ക് അതേമാതിരി പുറത്തേക്ക് കറങ്ങാൻ പോകാമെന്നുള്ള കാര്യം പറയേ വേണ്ട എന്നുള്ളത്. ഇതാണ് അവസ്ഥ, ഫുള്ള് ബ്ലോക്കാണ്. ഫുൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ റോഡേ ബ്ലോക്കാണ്, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിലും വലിയ ബ്ലോക്ക്, തിരക്ക്. എന്താണെന്ന് വെച്ചാൽ നെസ്റ്റോയിൽ എന്തോ ഒരു ഓഫർ ഉണ്ട്, അതിനനുസരിച്ച് ഫുള്ള് ബ്ലോക്ക്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ അടിപൊളിയായിട്ടുള്ള തിരക്ക് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഞങ്ങളപ്പോൾ അവിടെ നിൽക്കാൻ നിന്നിട്ടില്ല, കാരണം ഞങ്ങൾ ഓൾറെഡി ഒരു 9 മണി ആയിട്ടുണ്ടായിരുന്നു ഹൈലൈറ്റിൽ എത്തുമ്പോൾ തന്നെ. അപ്പം ഞങ്ങൾക്ക് വേറെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവത്തിന് ഒരു അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പം പോയി സംഭവം എന്താണെന്നുള്ളത് ഇൻഷാല്ല ഒരു 2 or 3 വീക്സിൻ്റെ ഉള്ളിൽ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ വന്നത് നെസ്റ്റോയിലേക്ക്. അപ്പോൾ ഇതിന് പിന്നെ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി സ്ലോലി ആണ് ഇങ്ങനെ തിരിച്ച് ഇറങ്ങിയത്. അപ്പം അത്യാവശ്യം ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് ഡിറ്റർജൻറ്റ് കാര്യങ്ങൾ, അങ്ങനത്തെ നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങണേനു. അപ്പം അതിനൊക്കെ നല്ല ഓഫേഴ്സ് കണ്ടപ്പോൾ പിന്നെ അതൊക്കെ വാങ്ങി. പിന്നെ പേസ്റ്റ്, ബ്രഷ്, അങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പം അതായിരുന്നു അന്നത്തെ വിശേഷം. അങ്ങനെയാണ് ഒരു സൺഡേ കടന്നു പോയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും അടിപൊളി വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.